root 2 into root 3 minus root 2 the whole divided by root 2 plus root 5 into root 2 minus root 5. അപ്പൊ നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നോക്കുക, ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി. അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പൊ ഈ ന്യൂമറേറ്ററിനെ ഞാൻ റൂട്ട് 3 സ്ക്വയർ മൈനസ് റൂട്ട് 2 സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി ഇവിടെ നോക്കാം, ഇവിടെയും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ കിടക്കുവാണ്. എ ബി എ ബി. അപ്പൊ ഇതിനെയും ഞാൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലേക്ക് എഴുതുവാണ്. അപ്പൊ ഇവിടെ എ എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ആണ്. അപ്പൊ റൂട്ട് 2 സ്ക്വയർ മൈനസ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 5 ആണ്. റൂട്ട് 5 സ്ക്വയർ. റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3, അത് എത്രയാണ്? 3 ആണ്. മൈനസ് റൂട്ട് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2 ആണ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ റൂട്ട് 2 സ്ക്വയർ, റൂട്ട് 2 സ്ക്വയർ 2 ആണ്. മൈനസ് റൂട്ട് 5 സ്ക്വയർ 5 ആണ്. അപ്പൊ 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഡിവൈഡഡ് ബൈ 2 മൈനസ് 5 എന്താണ്? മൈനസ് 3 ആണ്. അപ്പൊ 1 ബൈ മൈനസ് 3 നമുക്ക് എങ്ങനെയും എഴുതാം? മൈനസ് 1 ബൈ 3 എന്നും എഴുതാം. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി മൈനസ് 1 ബൈ 3. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക.